അമേരിക്കയെ ഞെട്ടിച്ച വൈറ്റ് ഹൌസിന് സമീപം വെടിവയ്പുണ്ടായി. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. പരിക്കേറ്റവരിൽ ഒരാൾ അക്രമിയാണെന്നാണ് വിവരം. വെടിവയ്പിനെ തുടർന്ന് മേഖലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി അനീന സതീഷാണ് ചേരുന്നത്. അനീന, എന്താണ് ശരിക്കും സംഭവിച്ചത് അവിടെ? അഞ്ജലി, ഈ വെടിവെപ്പ് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. ആരാണ് അക്രമി എന്നോ എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അവിടെ എന്തായാലും ഇപ്പോൾ FBI-യുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തോക്കുധാരിയായ ഒരാൾ ഈ വൈറ്റ് ഹൗസിന് സമീപത്തേക്ക് എത്തുകയും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയടക്കം വെടിയുതിർക്കുകയുമായിരുന്നു. 30 തവണ വെടിയുതിർത്ത ശബ്ദം കേട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. അവിടെ ഈ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ഈ ഇറാനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്തായിരുന്നു ഈ വെടിവയ്പ് ഉണ്ടായത്. ചിലരുടെയൊക്കെ ക്യാമറയിൽ ഈ ലൈവ് ദൃശ്യങ്ങളടക്കം പതിഞ്ഞതായുള്ള വിവരവുമുണ്ട്. ഈ വെടിവെപ്പിനെ തുടർന്ന് ഈ മാധ്യമപ്രവർത്തകരെ എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ അവിടെ പരിശോധന നടന്നു വരികയായിരുന്നു. 2 പേർക്കാണ് പരിക്കേറ്റത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ പരിക്കേറ്റവരിൽ ഒരാൾ അക്രമിയാണെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും അന്വേഷണം നടന്നു വരികയാണ്. അതിനുശേഷം മാത്രമേ ആരാണ് അക്രമി എന്ന അതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ വെടിവെപ്പിനെ തുടർന്ന് മേഖലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ജലി. ശരി, അനീന സതീഷാണ് വിവരങ്ങൾ നൽകിയത്.